നമ്മുടെ സൈക്കിള് നമുക്ക് തന്നെ സ്വന്തമായി ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം? ഈസിയായി നമ്മുടെ സൈക്കിള് നമുക്ക് തന്നെ ശരിയാക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ നോക്കാം. ഈ കോർണട്ട് പോയിട്ടല്ലേ ഇത് ഈ സൈക്കിളിൻ്റെ വീലിങ്ങനെ ഭയങ്കര വല്ലാതെ ഷെയ്ക്കാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അഴിച്ചു നോക്കിയപ്പോൾ കോർണട്ടിൻ്റെ ഒരു സൈഡ് തഴഞ്ഞു പോയിരുന്നതാണ്. ഇതാണ് കംപ്ലൈൻറ്റ്. ഇത് നമുക്ക് മാറ്റിയിടാം. ഈ കോർണട്ടിൻ്റെ ഒരു സൈഡ് ചീത്തയായിട്ടുണ്ട്. സൈഡ് ചീത്തയായിട്ടില്ല. കോർണട്ടിൻ്റെ ഈ സൈഡ് ചീത്തയായി. ഈ സൈഡ് നല്ല, ഈ സൈഡ് ചീത്തയായിട്ടില്ല. സൈഡ് ചീത്തയായിട്ടില്ല. കോർണട്ടിൻ്റെ ഈ സൈഡ് ചീത്തയായിട്ടില്ല. സൈഡ് ഇത് നല്ല കോർണട്ടാണ്. നമുക്ക് മാറ്റിയിടാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിന് ബോൾസ് മാറ്റാൻ വേണ്ടി പോകും, ബോൾസ് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് പഴയ ബോൾസ് തന്നെ ഉണ്ട്. ഇതിന് തകരാറൊന്നുമില്ല ബോൾസിന്. ഈ കോർണറ്റിൻ്റെ ഒരു സൈഡ് തഴഞ്ഞു പോയത് പ്രശ്നം ഉണ്ടായിട്ട് ഇത് തഴഞ്ഞു പോയിരുന്നു. അപ്പോൾ ഒരു പഴയത് ഇവിടെ ഉണ്ടായിരുന്നു, അതെടുത്തിടായിരുന്നു. അപ്പോൾ ഈ ബോൾസ് ഇതിൽ ഇടണം. ഇതിലേക്കാണ് വെക്കേണ്ടത്. ബോൾസ് ബെയറിങ്ങുമാർ വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് ഫസ്റ്റിൽ ഗ്രീസ് ചെയ്യണം. എന്നാലേ ആ ബോൾസ് അവിടെ കറക്റ്റായി നിൽക്കുമല്ലോ, ഒട്ടി നിൽക്കുമല്ലോ. ഞാൻ ലൂബ്രിക്കേഷൻ ആവശ്യത്തിന് ഉപയോഗമാവുകയും ചെയ്യും ഗ്രീസ്. ഗ്രീസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ 9 ബോൾസ് ഇറക്കി വെക്കുക. 1 2 3 4 5 6 7 8 9. ഇത് ഫുള്ളായി. ഇത് കറക്റ്റ് 9 ബോൾസിലിട്ടു. അപ്പോൾ അടുത്ത കോർണട്ട് ഇങ്ങനെ വേണ്ടത്. ഇപ്പോൾ ഇത് ഈ സൈഡ് വെച്ചു, അപ്പുറത്തെ സൈഡ് പിന്നീട് ചെയ്യാം. ഇനി ഈ സൈഡിലാണ് ചെയ്യേണ്ടത്. ഇനി ഈ സൈഡിലത്തെ ബോൾസും ഇതുമാതിരി ഫിറ്റ് ചെയ്യണം. ഇത് കുറച്ച് ഉള്ളോട്ടാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചാണ് ഇതിലേക്ക് ഇതുമാതിരി ചെയ്യാം. ഗ്രീസ് ഇടാം. അപ്പോൾ ഈ ഗ്രീസ് തന്നെ ബോൾസ് ഇടാം.
ഇതാണ് ഈ ബോൾസ്, ഇതാണ് എൻ്റെ ബോൾസ്. 1 2 3 അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോൾസ് ഇട്ടു. ഇനി ഇതിൻ്റെ ആക്സൽ ഇടുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ബോൾസ് ഇവിടെ നിൽക്കുക. ഈ ബോൾസ് കറക്റ്റായി ഇവിടെ നിൽക്കുക. ഇതിവിടെ ടൈറ്റായി നിൽക്കും. ഇനി ഇതിനൊരു വേറെ ചെക്കിനിട്ടിട്ട് ടൈറ്റാക്കി വയ്ക്കുക. അപ്പോൾ ഫസ്റ്റിൽ നമുക്കിത് ഈ ഭാഗത്ത് ഫസ്റ്റിലിടണം. മറ്റേ ഭാഗത്ത് നമുക്ക് കോണിട്ടിട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്ത് ഫസ്റ്റിൽ ചെയ്തു. ഈ ക്ലച്ചിൻ്റെ സൈഡാണ്, ഇത് ക്ലച്ചാണ്. ഈ ക്ലച്ച് സൈഡിലാണ് ഫസ്റ്റിലിടുക നമ്മൾ. അത് കറക്റ്റ് പൊസിഷനിൽ വെച്ച് കറക്റ്റാക്കി അവിടെ വെച്ചു. അവിടെ വെക്കുക. ഇനി തിരിച്ച് പിടിച്ച് എക്സസൈഡിന് ഗ്രീസ് പുറത്ത് വരും. അത് പ്രശ്നമാക്കണ്ട. അധികം വരുന്ന ഗ്രീസ് ഉണ്ടാവും, മസാറ്റില്ല. അടുത്ത കോൺനട്ടാണ്. ഇത് നല്ലതാണ്. ഇത് ചീത്തയാണ്. ഇത് ചീത്ത. ഞാൻ ചീത്തയായി പോയത്, തഴഞ്ഞു പോയി. ഇത് നല്ല നട്ടിടുക. ഇപ്പോൾ ഇത് ഷെയ്ക്കില്ല, കറക്റ്റായി. കുറച്ച് ചെറിയ ലൂസ് കൊടുക്കണം, എന്നാൽ ഇത് കറക്റ്റായി കറങ്ങുമല്ലോ. ഇത് ഷെയ്ക്കില്ല. പിന്നെ ഇവിടെ ഒരു ചെക്ക് നട്ട് ഇടാനുണ്ട്. ഇതിൻ്റെ ചെക്ക് നട്ടാണ്. അതിന് മുമ്പ് ഇത് ഗിയർ സൈക്കിൾ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് ദൂരം ഉണ്ടാവും. ഈ ഗിയറിൻ്റെ ദൂരം ഉണ്ടാവും. ആ ദൂരത്തിലേക്കൊരു ഇത് കൊടുക്കാനുണ്ട്. അതുകൊണ്ടോ അതിനുശേഷം ഈ ചെക്ക് നട്ട് ടൈറ്റ് ആക്കണം. ഇല്ലെങ്കിൽ ഇത് അലൈൻമെൻറ്റ് മാറിപ്പോകും. ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഷെയ്ക്കില്ല. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ ഫ്രെയിമിലേക്ക് ഫിറ്റാക്കാം. ഇങ്ങനെ നമ്മൾ സാറിന് ഇതിൻ്റെ ബോൾസ് മാറ്റുക. ഇത് ആക്സലാണ്. ഈ ആക്സലിൽ ബോൾസ് മാറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇതിനാണ് കംപ്ലയിൻ്റ് ഉണ്ടായത്. ഇതിനാണ് കംപ്ലയിൻ്റ് ഉണ്ടായത്. ഇത് മാറ്റി കളഞ്ഞു. സാറിന് ഇതായിട്ട് കിട്ടാറില്ല, പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഇത് വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്. ഇതൊരു 9 എണ്ണം ഈ ഇതിൽ വെച്ചിട്ട് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി.
ഇത് ബോൾസ് ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇത് പഴയതാണ്. അപ്പം ഇത് കുറച്ച് ദ്രവിച്ചു പോയവരല്ലേ. ഇത് അടുത്തതാണ്. ഇതിലിങ്ങനെ ബോൾസ് ഇട്ട് ഇതിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടി പറ്റും. ഇത് ഗ്രീസ് ഇട്ടിട്ട് ഇതിൽ ബോൾസ് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഇത് പഴയതാണ്. പുതിയത് ടൈപ്പ് വാങ്ങിച്ചാൽ നല്ല സുഖമായിട്ട് വെക്കാൻ പറ്റും. വെറുതെ അവിടെ നിൽക്കേണ്ട ആവശ്യത്തിന് മാത്രമാണ്. ഇതിനുള്ളിലേക്ക് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് അപ്പുറത്തെ സൈഡിലെത്തി. ഇതിൻ്റെ ആക്സിൽ എടുക്കണം. പിന്നെ നമ്മൾ ഹബ് ആക്സൽ ഇതിവിടെ ബെയറിങ് ബോൾസ് വെച്ചു. ഇനി ആക്സലിലേക്ക് പോവുന്നു. കറക്റ്റായിട്ട് ആക്സിൽ വെച്ചു. ഈ സൈഡിലത്തെ ഈ കപ്പിലും ബിയറിങ് വെക്കുക ഗ്രീസ് ഇട്ടിട്ട്. ഇതിലും ബോൾസ് നമ്മൾ വെച്ചു, ഗ്രീസ് വെച്ച് ബോൾസ് വെച്ചു. റെഡി. ഇനി ഇത് മെല്ലെ ഇതിലേക്ക് തിരിച്ചിടുകയുണ്ട്. കുറച്ച് ഗ്രീസിൻ്റെ ആവശ്യമുണ്ട്. ത്രെഡ് തുരുമ്പൂടി ചെയ്യും. ആവശ്യമില്ല. ഇത് ലൂസാവാതിരിക്കാനായിട്ടൊരു ചെക്ക് നട്ടുണ്ട്. ഈ ചെക്ക് നട്ടും ടൈറ്റ് ആക്കുക. ഓക്കെ.
നമ്മളിതിൻ്റെ പെറ്റൽ ഇടാൻ വേണ്ടി പോയത്. അപ്പം പെറ്റലിടുമ്പോൾ ഇതിൻ്റെ കട്ട് കറക്റ്റാക്കി വരുന്നതിൽ ഇങ്ങനൊരു കട്ടിങ് ഉണ്ട് ഇവിടെ. ഇവിടെ ഈ ക്വാർട്ടർ പിന്നിൻ്റെ ഈ കട്ടിങ് വരണം. നീ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുക വേണ്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ലിപ്പാവില്ല. അതിൻ്റെ കീയാണ്, ക്വാർട്ടർ പിന്ന് പറയും. ഒരട്ട് വേണ്ടൊരു നെറ്റിടാൻ ചെറിയ വാഷറും നട്ടും